അത് ഓരോരുത്തരുടെ മനോഭാവം പോലെ ഇരിക്കും, അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഒരുപാട് പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ള ആളാണ്, പല ജീവിത സാഹചര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പലരും പതറിപ്പോവുകയും ജീവിതത്തിൽ ഭയങ്കര നിരാശപ്പെട്ടിട്ട് ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരെയും നേരിട്ടും അല്ലാതെയും പരിചയമുള്ള ആളാണ്. ഇതിനൊക്കെ ഓവർകം ചെയ്യുന്ന ഒരാൾ, അതിനെ ഫൈറ്റ് ചെയ്യുന്ന, അതായത് ചിരിച്ച മുഖത്തോടു കൂടി അതിനൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ അമ്മ, ആ രീതിയിൽ എൻ്റെ ഒരു റോൾ മോഡൽ എൻ്റെ അമ്മയാണ്. അത് തന്നെ എനിക്ക് ഒരു 90% എൻ്റെ സ്വഭാവത്തിലുള്ളത്. എൻ്റെ അമ്മ അങ്ങനത്തെ ഒരു സ്ത്രീയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ആ ഒരു മാന്യതയുടെ ഒരു അംശമായിരിക്കും ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ഇത് ഒരു മെയ്ഡപ്പ് സാധനം അല്ലെങ്കിൽ ഇതിൽ എനിക്കറിയില്ല, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അപ്പോൾ തെറി വിളിക്കാൻ തോന്നുമ്പോൾ എന്ത് ചെയ്യും? തെറി വിളിക്കുമ്പോൾ അത് എന്നെ തെറി വിളിക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് സാധാരണ ഫീൽ ചെയ്യാറ്. ഞാൻ അങ്ങനെ എനിക്കത് ചില താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാൻ ആകപ്പാടെ ചീത്ത വിളിക്കുന്നത് ഷട്ടിൽ കളിക്ക് ഇടയ്ക്കാണ്. അത് എന്നെ തന്നെയാണ്, ഞാൻ പോയിന്റുകൾ കളയുമ്പോൾ മാത്രമാണ് അങ്ങനെ ഞാൻ ബേസ്റ്റ് ഔട്ട് ചെയ്തത്. അല്ലാതെ തെറി വിളിക്കുന്നത് വളരെ 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 ചുരുക്കമാണ്. അങ്ങനെ ആവാൻ കഴിയട്ടെ എല്ലാ കാലഘട്ടത്തിലും. പിന്നെ ഈ താൻ കേസോട് സിനിമയെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു അത് രതീഷ് ബാലകൃഷ്ണനെ കിട്ടാത്തതുകൊണ്ട് കുഞ്ചാക്കോ ബോബനോട് ചോദിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ പറ്റാവുന്ന രീതിയിൽ മറുപടി തരണമെന്നാണ് എൻ്റെ ചില സംശയങ്ങളാണ്. അതായത് ആ സിനിമയുടെ ആസ്വാദനം പലതരത്തിലുണ്ട്, ഡിഫറെൻറ്റ് ലേയേഴ്സ് ഉണ്ട്. അതിന് ഒരു കൊമേഴ്സ്യൽ ആസ്പെക്ട് ഉള്ളപ്പോഴും അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ആ ജഡ്ജ് പ്രാവിനെയും പിടിച്ചിട്ട് സഞ്ചരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ആ ഷോട്ടിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാക്കി ഇട്ടിരിക്കുന്നത് നമ്മുടെ ചിന്തയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം പുള്ളി അലോസരപ്പെടുത്തുന്നതാണ് ഈ പ്രാവുകൾ കോടതിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു. അപ്പം ഈ പ്രാവിനെയും പിടിച്ചിട്ടാണ് ഈ ജഡ്ജ് പോകുന്നത്. ആ സ്ഥലത്ത് ജഡ്ജിന്റെ കയ്യിലാണ് ഈ നീതി ഇരിക്കുന്നത്. അപ്പം നീതി ഇയാൾ ഇത് കൊണ്ടുപോയി വളർത്തുവോ കൊല്ലുവോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഒരുപക്ഷെ ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ പുള്ളി ചെയ്യുന്നുണ്ട്, പടക്കം പൊട്ടിച്ച് ഇതിനെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇയാൾ അലോസരപ്പെടുത്തുന്ന വാദങ്ങളാണ് കോടതിയിൽ നടക്കുന്നത്. ആ വാദത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളതിന്റെ ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ജഡ്ജ് എന്തായിരിക്കും തീരുമാനിക്കുന്നത്? ആ ഷോട്ടിൽ അത് തന്നെയല്ലേ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കണേ? ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളത്. ഇത് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമേ അല്ല. അല്ല, ഇത്തരം ഒരു വായനയൊക്കെ ഞാൻ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞ് OTT-യിലും റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലി ഇത് കുറേ പ്രാവശ്യം ഇരുന്ന് കാണാറുണ്ട്. പ്രിയ ആണെങ്കിൽ എൻ്റെ മോനാണെങ്കിലും ഇരുന്ന് കാണാറുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന് കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് പ്രിയ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് മറ്റേ ടെമ്പോ വാൻ ഇടിച്ചിട്ട് പോകുന്നുണ്ട്, അതിൻ്റെ പുറകിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഹാൻസം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാൻസം എന്ന് പറയുമ്പോൾ സുന്ദരൻ, HANDSOME. അതല്ലാതെ ഹാൻസം എന്ന് പറയുന്നത്, കാരണം ഹാൻസ് വിൽക്കുന്ന ആളാണത്. അങ്ങനത്തെ ഒരു സാധനം കൂടെ